സുഹൃത്തുക്കളെ നമസ്തേ, ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. വേദിക്ക് പാമിസ്റ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ ഉത്തമമായി പോകുന്നതിനിടയിൽ കലഹമോ പെട്ടെന്ന് ഡിവോഴ്സിലേക്ക് നീങ്ങുന്ന ചില അനുഭവങ്ങളോ വന്നു ഭവിച്ച് കാണാറുണ്ട്. പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദൂഷ്യങ്ങൾ വന്നു ഭവിച്ച് കാണാറുണ്ട്. ഇവരുടെ വിവാഹരേഖ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വേളയിൽ ഒരു കുഴപ്പവും വിവാഹരേഖയിൽ കാണാറുമില്ല. ഇങ്ങനെയുള്ള വിവാഹരേഖ വളരെ ഉത്തമമായിട്ടും ക്രമേണ ദാമ്പത്യത്തിലേക്ക് ഡിവോഴ്സ് വരുത്തുന്ന 3 രേഖാലക്ഷണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ വിശദീകരിക്കുന്ന വേളയിൽ ഇതിലേതെങ്കിലും ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കുന്ന മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദാമ്പത്യത്തിൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങണമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ രേഖാലക്ഷണം, നിങ്ങളുടെ ചന്ദ്രമണ്ഡലത്തിലെ ഒരു ദ്വീപ് ചിഹ്നത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു രേഖ നേരെ ചെരിഞ്ഞ് മുകളിലേക്ക് കയറി നിങ്ങളുടെ ഭാഗ്യരേഖയിൽ വന്ന് അവസാനിച്ചു കാണുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷകരമായി ദാമ്പത്യം നയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രമേണ കലഹം കടന്നു വരുന്നതിനും അതിൻ്റെ അവസാന ഭാഗമായി ഡിവോഴ്സ് സംഭവിക്കുന്നതിനുമുള്ള സാധ്യത ഉണ്ടാകുമെന്നതിൻ്റെ ഒരു രേഖാസൂചനയാണ്. വളരെ മോശമായ ഒരു രേഖാസൂചനയാണിത്. ഇങ്ങനെയുള്ള മോശം രേഖാസൂചന നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ ദാമ്പത്യത്തിൽ സ്നേഹത്തോടും ബഹുമാനത്തോടും മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ രേഖ ഗ്രാജ്വലി മാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വൻ ദുരന്തമുള്ള ഒരു ദാമ്പത്യം പിരിയൽ നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇനി നമ്മൾ രണ്ടാമതായി നോക്കുവാൻ പോകുന്നത് ചിലരുടെ കൈകളിലെ ഭാഗ്യരേഖയിൽ ഹൃദയരേഖയുടെ ഭാഗത്തെത്തുമ്പോൾ ഒരു വൻ ദ്വീപ് കാണാറുണ്ട്, ഒരു വലിയ ദ്വീപ് കാണാറുണ്ട്. ഇങ്ങനെ ഒരു ദ്വീപ് ഹൃദയരേഖയിൽ വരുമ്പം ഭാഗ്യരേഖയിൽ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം എത്ര സന്തോഷകരമായി നീങ്ങുന്നതാണെങ്കിലും ഗ്രാജ്വലി അതിൽ ഡിവോഴ്സ് വരുവാനുള്ള സാധ്യത ഉണ്ട് എന്ന ഒരു മുൻ സൂചനയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള രേഖാസൂചന ഈ ദ്വീപ് ഭാഗ്യരേഖയിൽ ഹൃദയരേഖയിൽ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ വളരെ സ്നേഹത്തോട് മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ ക്രമേണ നിങ്ങളുടെ ദാമ്പത്യം കലഹം നിറഞ്ഞതായി മാറുന്നതിനും അവസാനം അത് ഡിവോഴ്സിലേക്ക് നീങ്ങുന്നതിനും സാധ്യത വരുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ആയുർബുദ്ധിരേഖയുടെ ആരംഭ ഭാഗം അകന്നു കിടക്കുകയും യോജിക്കാണ്ട് തമ്മിൽ മുട്ടാതെ അകന്നു കിടക്കുകയും ഈ അകന്നു കിടക്കുന്ന ആയുർബുദ്ധിരേഖയുടെ മധ്യഭാഗത്തായി ഒരു കുരിശു ചിഹ്നം കൂടി കാണുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നീങ്ങുന്ന നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിലേക്ക് ഗ്രാജ്വലി കലഹങ്ങൾ കടന്നു വരുന്നതിനും അതിൻ്റെ ഫലമായിട്ട് അവസാനം നിങ്ങൾ വേർപിരിയുന്നതിനും സാധ്യത വരുത്തുന്ന വളരെ മോശമായ ഒരു രേഖാസൂചനയാണ് മൂന്നാമതായി ഞാനിവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു രേഖാസൂചന നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പര സ്നേഹത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും പൂർണ്ണ ഈശ്വര വിശ്വാസത്തോടു കൂടിയും മുന്നോട്ട് നീങ്ങുമ്പോൾ ഗ്രാജ്വലി കുരിശു ചിഹ്നം അതിൻ്റെ മധ്യഭാഗത്തുനിന്ന് ഈ രേഖകളുടെ മധ്യഭാഗത്തുനിന്ന് മാഞ്ഞു പോവുകയും വരാനിരിക്കുന്ന ആ ദാമ്പത്യ പരാജയമോ ആ ഡിവോഴ്സോ നിങ്ങൾക്ക് ബോധപൂർവം മാറ്റിമറിക്കുവാൻ സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി രേഖാശാസ്ത്ര സംബന്ധമായ നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളം നന്ദി, നമസ്കാരം.